അങ്ങനെ മെയ് 4-ാം തീയതി ഉച്ചതിരിയാണ്. വോട്ടെണ്ണൽ എല്ലായിടത്തും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനവും ആയിട്ടില്ല. എന്നാലും ട്രെൻഡ് വളരെ 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 വ്യക്തമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയത് മെയ് 3-നും 4-നും ഇടയ്ക്കുള്ള രാത്രി കാരണഭൂതൻ്റെ ക്ലിഫ് ഹൗസിലെ അവസാന രാത്രിയായിരുന്നു. കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇനി തുടരാൻ പറ്റുകയില്ല. അത് ഏതാനും സമയത്തിനകത്ത് രാജിക്കത്ത് ഗവർണർക്ക് രാജ്ഭവനിൽ എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഗവർണർ രാജ്ഭവനിൽ നാളെ വിട്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകും. കാര്യം അദ്ദേഹത്തിന് ഈ മാസം 23-ാം തീയതി വരെ തുടരാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇനി അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഭരണഘടനാപരമായിട്ടോ പോലും തുടരാൻ കഴിയുകയില്ല. അങ്ങനെ പലരോടും കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിച്ച നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്നും ഹജൂർ കച്ചേരിയിൽ നിന്നും സ്വയം പടിയിറങ്ങുന്ന, നാണം കെട്ട് തലകുനിച്ച് പടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ CPM-ലെ സഖാക്കൾക്ക് വയ്ക്കാം. EMS നമ്പൂതിരിപ്പാട് രാജിവെച്ച് പോയിട്ടില്ലേ, EK നായനാർ പോയിട്ടില്ലേ, VS അച്യുതാനന്ദൻ പോയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും പോകാത്ത രീതിയിലുള്ളൊരു പോക്കാണ് നമ്മുടെ കാരണഭൂതൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ സകല വിഭാഗത്തിൽപ്പെട്ട ആളുകളും, രാഷ്ട്രീയ ഭേദമന്യേ സകല പൊതുപ്രവർത്തകരും ഒരുപോലെ വെറുത്ത ഒരു സർക്കാരുണ്ടെങ്കിൽ അത് 2ാം പിണറായി സർക്കാർ മാത്രമായിരുന്നു. ഞാനിത് പലതവണ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, എനിക്ക് സാധ്യമായ എല്ലാ പ്ലാറ്റ്ഫോമിലും പറഞ്ഞാണ്. ജനദ്രോഹത്തിൽ റെക്കോർഡ് സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. തീർത്തും കഴിവുകെട്ട മന്ത്രിമാരും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച മന്ത്രിസഭയാണ്. കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ മുഴുവനും കളിക്കളത്തിലിറക്കാതെ പുറത്ത് ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് കളി നിയന്ത്രിച്ചത്. മുഖ്യനാണെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും നടുവൊന്നും വളഞ്ഞതും കൂട്ടാക്കണ്ട, കൈ അല്പം ചുളുങ്ങിയതും കൂട്ടാക്കണ്ട, കാലുറക്കാത്തതും കൂട്ടാക്കേണ്ട, ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞ് അംഗത്തട്ടിൽ ചാടി ഇറങ്ങിയ ആളാണ് പുള്ളി. ഞാനും എൻ്റെ മരുമോനും പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും മാത്രം മതി, ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് യോഗത്തിനിടയ്ക്ക് ഒരു സംശയം ചോദിക്കാൻ മുതിർന്ന പാർട്ടി പ്രവർത്തകനോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ജനം തീരുമാനിച്ചത്. അങ്ങനെ ചരിത്ര പരാജയത്തിലേക്ക് LDF നീങ്ങുകയാണ്. മിക്കവാറും മന്ത്രിമാരും തോൽവിയുടെ വക്കിലാണ്. അതിൽ MP രാജേഷുണ്ട്, വാസവനുണ്ട്, P രാജീവുണ്ട്, മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാവരും തന്നെ ഉണ്ട്. കൃത്യം എത്ര പേര് നോക്കുന്ന ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല. എന്നാലും പ്രമുഖരായ മന്ത്രിമാരിൽ പലരും ദയനീയമായി തോൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവർ കേരളത്തോട് ചെയ്ത പാതകം വെച്ച് നോക്കുമ്പോൾ ഈ തോൽവി താരതമ്യേന കുറഞ്ഞ ശിക്ഷയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം സഹിച്ച പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏറ്റവും ക്രൂരനായ രക്തദാഹിയായ മുഖ്യമന്ത്രി പടിയിറങ്ങുന്ന ദിവസവും പ്രത്യേകതയുള്ളതാണ്. മെയ് 4 2012 ഇതേ ദിവസമാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഒഞ്ചിയത്ത് പാർട്ടി സഖാക്കൾ, പാർട്ടി കൂലിക്കെടുത്ത വാടക കൊലയാളികൾ വെട്ടി കൊലപ്പെടുത്തിയത്. അന്ന് മണ്ണിൽ ചിതറിയ ചന്ദ്രശേഖരൻ്റെ ചോര, അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അത് പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. ആ ദിവസം സമാഗതമായിരിക്കും. TPയുടെ സഹധർമ്മിണി KK രമ ഒഞ്ചിയമടങ്ങുന്ന വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു. അതേസമയത്ത് ഇടതുമുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയും പരാജയത്തിൻ്റെ കയ്പ് കുടിക്കുന്നു. അങ്ങനെ ഈ രക്തം പകരം ചോദിക്കുന്ന ദിവസമാണ് ഇന്ന്. പ്രതികാരത്തിൻ്റെ ആ ദിവസമാണ്, പകരം ചോദിക്കേണ്ട ദിവസമാണ്. കൃത്യം ഈ ദിവസം തന്നെ ഫലപ്രഖ്യാപനം വച്ചത് തീർച്ചയായിട്ടും ജ്ഞാനേഷ് കുമാർ പിണറായി വിജയനെ അവമാനിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും മനോഹരമായൊരു ദിവസം ഈ വോട്ടെണ്ണാൻ തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എൻ്റെ ആദ്യത്തെ പൂച്ചെട്ട്. പിന്നെ ജയിച്ച കോൺഗ്രസ് ലീഗ് RSP കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കന്മാരെ അഭിനന്ദിക്കുന്നു. അവരെ അഭിനന്ദിക്കാൻ ഈ സമയമുണ്ട്. എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയത് RSPയുടെ 3 പേര് ജയിക്കുന്നു. അങ്ങനെ RSP 3 SP ആയിട്ട് മാറി എന്നുള്ളതാണ്. പിരിച്ചുവിട്ട നിയമസഭയിൽ ഒറ്റ RSPക്കാരും ഉണ്ടായിരുന്നില്ല. കോവൂർ കുഞ്ഞുമോനും തോറ്റുപോയിരിക്കുന്നു. ഉല്ലാസ് കോവൂർ കുന്നത്തൂരിൽ നിന്ന് ജയിക്കുന്നു. അതുപോലെ തന്നെ ഷിബു ബേബിയോട് ചാവറയിൽ നിന്ന് ജയിക്കുന്നു. അത്ഭുതകരമായ റിസൾട്ട് ഇരവിപുരത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. M നൗഷാദ് എന്ന് പറഞ്ഞ CPMൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി
എല്ലാ അഭിപ്രായ സർവേയിലും എക്സിറ്റ് പോളിലുമൊക്കെ അദ്ദേഹം ജയിക്കും എന്നാണ് കണ്ടത്. പക്ഷേ ആ സീറ്റും നഷ്ടപ്പെടുന്നു. അങ്ങനെ RSP ചരിത്ര വിജയം നേടുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുന്നതിൽ കഥയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ മെയ് 4 തന്നെ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണാൻ തീരുമാനിച്ച ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഈ ജനദ്രോഹികളായ ഭരണാധികാരികൾക്ക് കൃത്യമായ ചികിത്സ വിധിച്ച കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും അഭിനന്ദിക്കുന്നു. ആത്യന്തികമായിട്ട് ഇത് ജനങ്ങളുടെ വിജയമാണ്, വോട്ടർമാരുടെ വിജയമാണ്. ഈ റെക്കോർഡ് വോട്ടെടുപ്പിലേക്ക് പോയപ്പോൾ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഏതായിരിക്കും എന്തായിരിക്കും എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഇപ്പോൾ ആ ധാരണ പൂർണ്ണമായിട്ടും സാധൂകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന ഒരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിൽ ഈ പരാജയത്തോടെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഈ ഇടതുപക്ഷ ഭരണമില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. നേരത്തെ ബംഗാൾ പോയപ്പോൾ ത്രിപുര ഉണ്ടായിരുന്നു, ത്രിപുര പോയപ്പോൾ കേരളമുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളുമില്ല, ത്രിപുരയുമില്ല, കേരളവുമില്ല, കാനൽ ഒരു തരിയുമില്ല എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. പക്ഷേ ഇനി 5 കൊല്ലം കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ട് വേണം. കോൺഗ്രസ്സുകാരും ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും കൂടി ഇവിടെ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയാലേ നമുക്ക് ആശയ്ക്ക് വകയുള്ളൂ. അതുവരെ സഖാക്കളെ ലാൽ സലാം.